ഇന്നത്തെ CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോയിൽ വരാൻ കാരണം നമ്മൾ കണ്ടില്ലേ, ജാതി അധിക്ഷേപത്തിൻ്റെ പേരിൽ ഒരു കുട്ടീനെ ആ കുട്ടി മരിച്ചത് നമ്മളെല്ലാവരും കണ്ടു. എന്താണ് ഇന്നും നേരം വെളിച്ചാവാത്ത ജനങ്ങളുണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ? ആ കുട്ടി എത്രയോ പഠിച്ച് നല്ല ഉയരങ്ങളിൽ എത്തേണ്ട ഒരു കുട്ടിയാണ്. അതിൻ്റെ ഭാവി വെളുത്ത വർഗ്ഗക്കാർ കളഞ്ഞു, അങ്ങനെ പറയാവും നല്ലത്. ഇവരൊക്കെ എന്തിനാ മനസ്സ് കറുത്തിട്ട് പുറമേ വെളുപ്പായിട്ട് നടന്നിട്ട് എന്താ കാര്യം? ഇവരെയൊക്കെ മനസ്സ് മുഴുവൻ കറുപ്പാവും, അതവർ കാണാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നത്? അച്ഛൻ മകനെ ഉപദ്രവിക്കുന്നത്, പിന്നെ 75 വയസ്സായ അച്ഛനെ മകൻ കാശിന് വേണ്ടിയിട്ട് ഉപദ്രവിക്കുന്നത്, ആക്സിഡൻറ്റ് പറ്റിയിട്ട് എടുത്തു കൊണ്ടുപോകുമ്പോൾ ആ സ്ത്രീയെ അതിക്രമം ചെയ്യുന്ന രക്ഷാപ്രവർത്തകർ. എന്തല്ലേ ലോകത്തിൻ്റെ പോക്ക് നോക്കിയേ! ഇത്രയും മനസ്സിന് നികൃഷ്ടമായിട്ടുള്ള ജനങ്ങൾ നമ്മളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പുറമേ ചിരിച്ചു കാണിക്കുന്ന മനുഷ്യനൊന്നല്ല അവൻ്റെ അകം. ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴേ നമ്മളത് മനസ്സിലാക്കുന്നുള്ളൂ. എങ്ങനെ ഇത്രയും തരം താണ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നത് അല്ലേ? മനുഷ്യനെ മനുഷ്യനായി കാണാൻ ആദ്യം പഠിക്കട്ടെ ജനങ്ങൾ, അതല്ലേ വേണ്ടേ? എത്രയോ ഉയരങ്ങളിലെത്തേണ്ട ഒരു കുട്ടിയാണ് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഗുരുക്കന്മാരാണ് ഇപ്പോൾ ഈ ചെയ്ത് കാട്ടിക്കൂട്ടുന്നത്. ഇവർക്കൊക്കെ എന്തിനാ വിദ്യാഭ്യാസം? എന്തിനാണ് ഇവർക്ക് കളറ്? മനസ്സ് കറുത്തിട്ട് പുറമേ വെളുത്ത കളർ എന്തിനു കൊടുത്തു ഇവർക്ക്? എന്തായാലും ഭയങ്കര അതിക്രമമായി അതൊക്കെ. എങ്ങനെയൊക്കെ അവരവരുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുമ്പോൾ എന്താ ചെയ്യാവോ? ഇനി അവരുടെയൊക്കെ മക്കളേനെ ഈ കുട്ടീനെ കൊന്ന ആളുടെ മക്കൾ എന്നുള്ള രീതിയിൽ എല്ലാ സ്ഥലത്തു നിന്നും വേട്ടയാടാൻ തുടങ്ങി അവരെന്താ ചെയ്യുക? അപ്പോൾ ആ പിള്ളേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പോൾ വെറുതെ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കിയിട്ട് എന്താ ഇവരൊക്കെ നേടുന്നതിൽ? കുറേ ആൾക്കാർ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഭൂമിയിൽ ഭാരമായിട്ട് എന്താ നമ്മളൊക്കെ പറയാല്ലേ? നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനല്ലേ നമുക്കൊക്കെ പറ്റൂ. എന്തായാലും കഷ്ടം. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി, അപ്പോൾ വന്നു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുമോ? കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ ഇങ്ങനത്തെയൊക്കെ പ്രവർത്തികളിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയണം, പ്രതികരിക്കണം. പ്രതികരിക്കുന്നിടത്താണ് കാര്യങ്ങളുള്ളൂ. ഓക്കെ.